നമ്മുടെ ജൂലൈ 15 വരുന്ന പുതിയ അപ്ഡേറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ അപ്ഡേറ്റ് വരുന്നത് കൊണ്ട് എൻ്റെ ചാനലിൽ നിന്ന് ഞാനൊരു വീഡിയോ ഡിലീറ്റ് ചെയ്തു. നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നല്ല വ്യൂസൊക്കെ വന്ന് പോയിരുന്ന വീഡിയോ ആണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു ഇൻ്റർവ്യൂ പോലത്തെ വീഡിയോ. അപ്പോൾ അതെന്തിനാണ് ഡിലീറ്റ് ചെയ്തതെന്ന് പറയാം. നിങ്ങൾ ഇതേപോലെ എന്തൊക്കെ ഡിലീറ്റ് ചെയ്യണോ എന്നുള്ളതും പറയാം. അപ്പോൾ നമുക്ക് ഈ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ കുറേ എന്തൊക്കെയോ ടെക്നിക്കലി ഉള്ള സാധനങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇത് പറഞ്ഞുതരാം. അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾ മറ്റുള്ളതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതിൽ യൂട്യൂബ് പണ്ടേ പറയുന്ന കാര്യമാണ് ഓതൻറ്റിക്കായ കണ്ടൻ്റ് ആയിരിക്കണം, നല്ല ജെന്യൂനായ കണ്ടൻ്റ് ആയിരിക്കണം എന്ന് പണ്ടേ പറയുന്നതാണ്. അത് അവർ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓതൻറ്റിക്കായ കണ്ടൻ്റ് ഇടണം എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞത് റിപ്പിറ്റേറ്റീവ് കണ്ടൻറ്റ് പാടില്ല എന്നുള്ളത്. ഇതും പണ്ടേ ഉള്ളതാണ്. റിപ്പിറ്റേറ്റീവ് കണ്ടൻറ്റ് പറഞ്ഞാൽ മുന്നേ ഒക്കെ ഒരേ സ്റ്റൈലിലുള്ള തമ്പനയിൽ കൊടുത്താൽ പോലും യൂട്യൂബ് അത് മോണിറ്റൈസേഷൻ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ പേഴ്സണലി നമ്മുടെ ഗ്രൂപ്പിലുള്ളപ്പോൾ തന്നെ ഒരാൾ കട്ടായതാണ്. അപ്പോൾ അത് പേഴ്സണലി അറിയുന്നതാണ്. അപ്പോൾ അങ്ങനെ കട്ടാവാറുണ്ട്. പിന്നെ ഒരേ പാറ്റേണിലുള്ള തന്നെ വീഡിയോസ് വരുമ്പോൾ ഈ റിപ്പിറ്റേറ്റീവ് കണ്ടൻറ്റ് വരുന്നതാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു പണിയും കിട്ടി. പണി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 2 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ന്യൂസൊക്കെ എടുത്തിട്ട് ഷോർട്സ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂസ് വരുന്നുള്ളത്. അത് യൂട്യൂബ് അറിഞ്ഞെന്നൊരു ഡൗട്ട്. ആരോ ചോർത്തി കൊടുത്തതാണോ എന്ന് സംശയിക്കാമെന്ന് പറയാം. എന്തായാലും ആ പരിപാടിയൊക്കെ ഇപ്പോൾ യൂട്യൂബ് എടുത്ത് കളയും. എന്തായാലും നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു. അതങ്ങ് പോയി കിട്ടി. അതായത് ന്യൂസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ന്യൂസൊക്കെ ഇട്ട് പരിപാടി. ഇതിൻ്റെ കൂടെ മറ്റൊന്നും കൂടി പറയണം. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അതെന്താണെന്ന് വെച്ചാൽ ഈ കുറേ വീഡിയോ എടുത്തിട്ട് കുറേ എണ്ണം ഇങ്ങനെ താഴെ ഇരുന്ന് വിളിച്ചുകൊണ്ടിരിക്കില്ല. എനിക്ക് സത്യം പറയാം അന്ന് മുതലേ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്ന് ബാൻ ചെയ്തിനെങ്കിലും. കാരണം വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. എനിക്കത് കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്കത് ഇഷ്ടമാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. കുറേ ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ പറയണ്ട ഇതന്നെ പരിപാടി. അപ്പോൾ അതൊക്കെ നിൽക്കും. പിന്നെ യൂട്യൂബ് പറയുന്നത് മാസ് കണ്ടൻറ്റ്, അതായത് ഇതിൽ നമ്മളൊന്നും കളിക്കാത്ത കുറേ കളികളുണ്ട്. ഇപ്പം നമ്മൾക്കറിയുന്ന കുറേ ലൊട്ടിലൊടുക്ക് പരിപാടികളല്ലാതെ ഇതിൻ്റെ വേറെ കുറേ പരിപാടി ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയുണ്ട്. അതായത് ഈ വീഡിയോസൊക്കെ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുക, അതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുക, പിന്നെ അതിനിങ്ങനെ ഫ്രീക്വൻ്റ്ലി അപ്ലോഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ പരിപാടികൾ AI ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് അറിയും ഇവരൊന്നും ഒന്നും ചെയ്യില്ല. ഈ AI അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് അപ്ലോഡ് ചെയ്തോളും. അപ്പോൾ ആ വീഡിയോസൊക്കെ റീച്ചായി പൈസ കിട്ടാൻ പറയുമ്പോൾ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ ആളുകളെ പൊട്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ യൂട്യൂബ് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഇത്രയും പറഞ്ഞത് പ്രകാരം നിങ്ങൾക്കാർക്കും എഫക്റ്റ് ചെയ്യുന്ന കാര്യം ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇനിയും വരാനുണ്ട്. അതിൽ പെടുമോ നോക്കിയാൽ മതി. ഞാൻ തന്നെ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ വീഡിയോ ചെയ്യുമ്പം എന്തെങ്കിലും ഒരു വാല്യൂ ആളുകൾക്ക് കിട്ടണം എന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഒരു കടപ്പുറത്ത് പോയി. കടപ്പുറത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്യാമറ എടുത്തു. ഇവിടുന്ന് ഒറ്റത്തിരി ഇപ്പുറത്തോട്ട്. അപ്പോൾ ഒരു വീഡിയോ ആയി. കുറച്ച് സമയം ടൈം എടുത്തിട്ട് തന്നെ ആയിരിക്കും പിടിച്ചിട്ടുണ്ടാവും. ഒന്നും പറഞ്ഞില്ല, ഒന്നും സംസാരിച്ചില്ല, ഒന്നുമില്ല. ഒരു മ്യൂസിക് ഇട്ട് അങ്ങ് അപ്ലോഡ് ചെയ്തു. കടൽ കണ്ടോ എന്ന് ചോദിച്ചിട്ട്. പണ്ടൊക്കെ ഇതൊക്കെ കയറിപ്പോയായിരുന്നു. അപ്പോൾ ഈ കടൽ കണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ചെടി കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന ഈ പരിപാടി അത് യൂട്യൂബ് അങ്ങ് നിർത്താൻ പോവാണ്. ഇനി അങ്ങനെ ഇട്ട ആളുകളുടെ വീഡിയോ മോണിറ്റൈസേഷൻ ആവില്ല എന്നാണ് പറയുന്നത്. അത് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ AI വന്നാൽ യൂട്യൂബിൻ്റെ കാലഘട്ടം കഴിയുമോ എന്നൊക്കെ ചോദിച്ചൊരു വീഡിയോയിൽ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബ് എപ്പോഴും നോക്കുന്നത് ഹ്യൂമൻ ടച്ചുള്ള കണ്ടൻറ്റുകളെയാണ്. അത് കറക്റ്റായിട്ട് അവരെന്ത് ചെയ്തു ഇപ്രാവശ്യം കറക്റ്റായിട്ട് അനൗൺസ് ചെയ്തല്ലോ. അങ്ങനെ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് AIൻ്റെ വരവിൽ യൂട്യൂബ് അവസാനിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ AIനെ നമ്മൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റിൽ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ? ഞാനിപ്പം പറഞ്ഞു നിർത്തിയ ഇതിൻ്റെ ബാക്കിയാണ്. അതായത് AI കണ്ടൻറ്റുകളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കാണുന്ന വീഡിയോസാണ് ഈ ബിഗ് ഫുട്ടിൻ്റെ കുരങ്ങൻ്റെ വീഡിയോസ്. അതുപോലെ ഇങ്ങനെ കുരങ്ങൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ VO3 വെച്ചിട്ട് വീഡിയോ എടുത്ത് ഡയലോഗ്സും മൊത്തം അതിൽ തന്നെ കൊടുത്തിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ കാര്യമായിട്ടുള്ളൊരു ഹ്യൂമൻ ടച്ചൊന്നും വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന വീഡിയോസ് AI ജനറേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ അടക്കമുള്ള വീഡിയോസ് എല്ലാം തന്നെ പ്രശ്നമാവുമെന്നാണ് പറഞ്ഞത്. അതിൽ തന്നെ ചില ആളുകൾ വോയിസ് ഓവർ കൊടുക്കുന്നവരുണ്ട്. AI ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. പക്ഷേ വോയിസ് ഓവർ നമ്മളതായിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും വലിയ പ്രശ്നം വരില്ല. കാരണം അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടറിയോ? നമ്മുടെ ഹ്യൂമൻ ടച്ച് അവിടെയുണ്ട്. കാരണം നമ്മുടെ വോയിസ് നമ്മളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളതിന് വലിയ പ്രശ്നം വരില്ല എന്നാണ്
പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ജെമിനി, അതുപോലെ ChatGPT ഇതിനോടൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ തിരിച്ചും മറിച്ചും ചോദിച്ചപ്പോൾ ഇതന്നെയാണ് ഉത്തരം എല്ലാത്തിനും കിട്ടിയത്. എന്താ വെച്ചാൽ നമ്മൾ വോയിസ് കൊടുത്തുകൊണ്ട് വീഡിയോ ഇപ്പം എഐയിൽ ചെയ്തതാണെങ്കിൽ അതിന് വലിയ പ്രശ്നം വരുന്നില്ല. ഇവർ പ്രശ്നം പറയുന്നത് നമ്മളൊന്നും ചെയ്യാതെ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ എഐ വെച്ചിട്ട് വരുന്ന സംഭവങ്ങൾക്കാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഡിലീറ്റ് ആക്കി എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആക്കിയതിൻ്റെ കാരണം എനിക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയതുകൊണ്ടാണ്. ഞാൻ ചെയ്തത് എന്താണെന്ന് അറിയോ? ഞാൻ വേറൊരു ആപ്പ് വെച്ചിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കി. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, ഒരു യൂട്യൂബിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് അവിടെ ഇട്ടിട്ട് അതിൽ ചെറിയൊരു വേവിങ് ഒരു ആനിമേഷൻ കൊടുത്തു. അപ്പോൾ അത് ഇട്ടു. ഈ വോയിസ് ഓവർ ഇട്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ട് നമ്മൾ ക്രിയേറ്റിവിറ്റി ഒന്നുമില്ല. നമ്മളൊരു ടെക്സ്റ്റ് വോയിസ് എടുക്കുന്നു, അതിനെ ഒരു ഇമേജിൻ്റെ കൂടെയോ വീഡിയോൻ്റെ കൂടെയോ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം എഐ ചെയ്തതാണ്. അത് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് എനിക്ക് ബാധിക്കും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇന്നലെ അത് ഡിലീറ്റ്. ആ വീഡിയോ നല്ല റീച്ചിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആയിരുന്നു. പക്ഷേ വേറെ വഴിയില്ലല്ലോ നമുക്ക്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ബാധിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം എഐയിൽ മാത്രം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെറും മ്യൂസിക് മാത്രം ഇട്ടിട്ട് ചെയ്ത വീഡിയോസ്, വെറും മ്യൂസിക് അതിന് ടെക്സ്റ്റ് മാത്രം കാണിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ പ്രശ്നം വരുമെന്നാണ് പറയുന്നത്. അതുപോലെ ഈ എന്തെങ്കിലുമൊക്കെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വീഡിയോയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ മോണിറ്റൈസേഷൻ ബാധിക്കുന്നതാണ്. അപ്പോൾ യൂട്യൂബ് റീസെൻ്റായിട്ട് അവരുടെ എഐയിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. അതായത് ഈ യൂട്യൂബ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന എഐയും പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ അപ്ഡേഷനൊക്കെ വന്നിട്ടാണ് ഇപ്പം പുതിയ ഈ സംഭവം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരിപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വാല്യൂ ഉള്ളതാണോ അല്ലയോ എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണ്ട, നമ്മളായിട്ട് അവസരം കൊടുക്കേണ്ട. ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുക. ആകെ മൊത്തം അപ്ഡേറ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അവർ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിന് കുറേ വേർഡ്സ് ഉണ്ട്. പക്ഷേ ആ വേർഡ്സ് മനസ്സിലാക്കേണ്ട, നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി. ഇന്ന സംഭവങ്ങളാണ് പ്രശ്നം വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ അങ്ങനെയുള്ള ഏതെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആയവരാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫുള്ളായിട്ട് എഐ വെച്ച് ചെയ്താലും അതിലെന്തെങ്കിലുമൊക്കെ മെസ്സേജസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ പോലും നമുക്ക് 15-ാം തീയതി ശേഷം ബാക്കി അറിയുള്ളൂ എന്താണ് യൂട്യൂബ് അതിന് നടപടി എടുക്കുക എന്നുള്ളത്. യൂട്യൂബ് ഇപ്പം പറയുന്നത് ഇങ്ങനെ മോണിറ്റൈസേഷൻ കട്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു സംഭവം പുറത്ത് വന്നിട്ടില്ല. 15-ന് ശേഷമേ വരുള്ളൂ. അപ്പം നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറേ പോയിൻറ്റ്സ് ഒന്നും നിങ്ങൾ ചെയ്യാത്തതാണ്. കാരണം ഓട്ടോമേറ്റഡ് വീഡിയോസൊന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ എഐൻ്റെ വീഡിയോസൊക്കെ വളരെ കുറച്ചേ ആൾക്കാർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എഐ നമുക്ക് എന്ത് ചെയ്യാം? നിലവിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരു വിഷ്വൽ കാണിക്കണം, നമുക്ക് എഐ വെച്ച് കാണിക്കാം. വീഡിയോ കാണിക്കണം, എഐ വെച്ച് കാണിക്കാം. അങ്ങനെ നമ്മളും എഐയും തമ്മിൽ ഇൻട്രാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ടിനെയും കോമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനിയിപ്പോൾ അടുത്തത് പുതിയത് എന്തായിട്ടാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 2026 എല്ലാവർക്കും ഒരു സംഭവം തന്നെയായിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മാത്രം നിലനിൽക്കാൻ പറ്റും. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പോക്കായിരിക്കുമെന്ന് ഇതിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അപ്പം പുതിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, 1,00,000 ആളുകളൊക്കെ വീഡിയോ കണ്ടിട്ട് ആ 1,00,000-ൽ 50,000 പേര് സബ് ചെയ്ത് എത്ര പെട്ടെന്ന് 50,000 ആവും. പക്ഷേ അതൊരിക്കലും സംഭവിക്കുകയില്ല. എന്തായാലും സബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ് ചെയ്ത് വെച്ചേക്ക്. പറയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ സബ് ചെയ്യാതിരിക്കേണ്ട. മറ്റൊരു വീഡിയോയിൽ കാണാം.